So Eldo, welcome to Agni Pariksha. Thank you, ma'am. Eldo, who are you? ഞാൻ എൽദോ. അത് നമുക്കറിയാം, അത്രേ അറിയുള്ളൂ. ഓക്കെ, ഞാനൊരു സാധാരണക്കാരൻ മലയാളി യുവാവാണ്. എനിക്ക് 29 വയസ്സാണുള്ളത്. ഒരു പ്രിവിലേജും ഇല്ലാതെ ഏറ്റവും സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് എനിക്ക് ചില സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് എന്തെങ്കിലും ഈ നാട്ടിൽ തന്നെ ചെയ്യണമെന്ന്. അതിലേക്ക് നയിച്ച ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ട്. ഒരുപാട് ചതികളിലൂടെയും വഞ്ചനകളിലൂടെയും ഒക്കെ കടന്നു പോയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പൊ എൻ്റെ ഈ ഒരു യാത്ര ഇത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനായി. ഒരു സിനിമയുടെ നറേഷൻ കേൾക്കുന്ന പോലെ. ഞാൻ ആലോചിച്ചു, ഈ അഗ്നിപരീക്ഷയിൽ എത്തി ഇവിടെ ഇരിക്കുന്നത് ഒരു സിനിമാ കഥ പോലെയാണെന്ന്. ഞാൻ ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ മരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി ഇന്ത്യ മൊത്തം കറങ്ങി കിടന്ന ഒരാളാണ്. കാരണം അത്ര വലിയൊരു ചതി ജീവിതത്തിൽ പറ്റി. അപ്പോൾ എൻ്റെ യാത്രയിൽ ഞാൻ ഒരുപാട് അഗ്നി പരീക്ഷകൾ നേരിട്ടു. അവിടെ മരണത്തെക്കാൾ ഭീകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചാവാൻ പേടിയില്ലാത്തയാൾക്ക് പിന്നെ എന്തിനെ പേടിക്കാൻ? അപ്പോൾ എനിക്ക് ഒരുപാട് പേർക്ക് പ്രചോദനം നൽകാൻ പറ്റും. എൻ്റെ വാക്കുകൾക്ക്, എൻ്റെ പ്രവർത്തികൾക്ക്. ഞാൻ എങ്ങനെയാണ് റിസ്ക് എടുക്കുന്നത്, ഞാൻ എങ്ങനെയാണ് പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബുദ്ധിപരമായിട്ട് ഓരോ കുരുക്കുകൾ അഴിച്ചു വരുന്നത്, ഇതൊക്കെയാണ് എന്നെ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം. അപ്പോൾ ഞാൻ വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, പക്ഷെ ശബ്ദിക്കുന്ന, ഫൈറ്റ് ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ. അത്രേ ഉള്ളൂ ഞാൻ ആര് എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരം. ഒരുപാട് പ്രാവശ്യം പറഞ്ഞു സാധാരണ മനുഷ്യൻ, സാധാരണക്കാരൻ. യെസ്, അഗ്നിപരീക്ഷ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നമ്മൾ 7 സീസൺ കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് സാധാരണക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ഒരു ഷോ ആണ് അഗ്നിപരീക്ഷ. സോ ഞാൻ വീണ്ടും ഇതേ ചോദ്യം ഒന്നും കൂടെ ചോദിച്ചാൽ തിരിച്ച് ഫ്രെയിം, വാട്ട് ഈസ് ദാറ്റ് ഗ്രേറ്റ് ഇൻ യു ടു ബി ദ പാർട്ട് ഓഫ് അഗ്നിപരീക്ഷ? ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കാറില്ല. ഇപ്പോൾ അഗ്നിപരീക്ഷ എന്നൊരു ഷോയിൽ തോറ്റു കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളാണോ മരിക്കാൻ പോയത്? അല്ല, അത് മരിക്കാൻ പോയ ശേഷം ഞാൻ തോറ്റു കൊടുക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നു. അറ്റം വരെ പോകും, അറ്റം വരെ പോയി. അത് വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല. തോൽവികളിൽ നിന്ന് ഞാൻ പാഠങ്ങൾ പഠിക്കും. ഈ അഗ്നിപരീക്ഷയിൽ വന്ന ശേഷം ഒരുപാട് തോൽവികൾ എനിക്ക് പറ്റി. അവസാനത്തെ തോൽവി എന്തായിരുന്നു അഗ്നിപരീക്ഷയ്ക്ക് മുമ്പ്? അവസാനത്തെ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് സെഷന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ നല്ല വേഷമായിട്ട് ഇറക്കി വിട്ടു. അത് ഏകദേശം എപ്പോഴായിരിക്കും? അത് അഗ്നിപരീക്ഷയിൽ വരുന്നതിന് ഒരു 2 ആഴ്ച മുമ്പ്. അത്ര വരെ തോറ്റിട്ടുണ്ട്. അഗ്നിപരീക്ഷയിൽ ചെറിയ തോൽവിയൊക്കെ ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല, ഞാൻ ഫൈറ്റ് ചെയ്യും, അതിനെ സോട്ട് ചെയ്യും. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. നമ്മൾ അതിലേക്ക് എങ്ങനെ എളുപ്പത്തിൽ എത്തിച്ചേരുന്നു, നമ്മൾ എങ്ങനെ ബുദ്ധിപരമായ പ്രശ്നത്തിനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിനെയാണ് നമ്മൾ ഈ സ്ട്രാറ്റജി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സിക്യൂഷൻ എനിക്ക് ഇവിടെ നടത്താൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വിശ്വാസമാകും. ഈ സ്ട്രാറ്റജി ഇലക്ഷന് വർക്കായില്ല? തീർച്ചയായിട്ടും വർക്കൗട്ടായി. ഇലക്ഷന് തോക്കാന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റ MLA ആയിരുന്നുള്ളൂ. ഒരു സാധാരണക്കാരന് 7000 രൂപ മുടക്കിക്കൊണ്ട് ഈ 3 രാഷ്ട്രീയ പാർട്ടിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞാൻ ഇലക്ഷനിൽ 1562 വോട്ട്. 1562 പേര് നിങ്ങളുടെ ലോയൽ എന്താ പറയാ ഫോളോവേഴ്സ് ആണ്. പിന്നല്ലേ, ഫോളോവേഴ്സ് എന്ന് മാത്രമല്ല, എന്നെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേര്. ഇത് പെരുമ്പാവൂരിലെ ആളുകൾ മാത്രമാണ് ഈ 1562. ലോകം മൊത്തം ഇരിക്കുന്ന മലയാളികൾ എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. വോട്ട് ചെയ്തിട്ട് ലോകം മുഴുവനുള്ള മലയാളികൾ എൽദോയെ വോട്ട് ചെയ്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിക്കുകയാണ് എന്ന് വെക്കുക. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം നിൽക്കും? 100 ദിവസം നിൽക്കും. ഓക്കെ, 100 ദിവസം എൽദോ നിൽക്കും. എന്താണ് 100 ദിവസം എൽദോ ചെയ്യാൻ പോകുന്നത് അവിടെ? 3 ഗുഡ് തിങ്സ്, 3 കാര്യം പറഞ്ഞാൽ. ഓക്കെ, കൃത്യമായിട്ടുള്ള അനാലിസിസ് ഞാൻ നടത്തും ഓരോ വ്യക്തികളെ പറ്റി. രണ്ടാമത്തെ കാര്യം, അത് നമുക്കറിയണ്ട, നമ്മൾ കാണുന്നില്ല, അത് എൽദോയുടെ മനസ്സിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന 3 കാര്യങ്ങൾ പറയും. ഞാൻ ഒരിക്കലും ഒരാളെ ചതിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യില്ല. കാരണം എല്ലാത്തിനും നന്മയുടെ ഒരു വശം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുവാണ്. നന്മയുടെ വശത്തിൽ കൂടെയാണ് ഗെയിം കളിക്കാൻ പോകുന്നത്. നമ്പർ 2, 100% നന്മയുടെ വശം എന്നുള്ളത് എൻ്റെ പെർസ്പെക്റ്റീവാണ്, എൻ്റെ മൂല്യങ്ങളാണ്. ഓക്കെ, അത് ഞാൻ ഇൻവേർട്ടഡ് കോമയിൽ പറയാൻ പോവാണ്. രണ്ടാമത്തെ കാര്യം, പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുന്ന രീതിയാണ്. ഞാൻ എങ്ങനെയാണ് ഓരോ കുരുക്കു അഴിക്കുന്നത്. ഓരോ ടാസ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം വെറും ടാസ്കുകൾ മാത്രമല്ല, ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, എങ്ങനെ നമ്മൾ ജയിക്കുന്നു, എങ്ങനെ എളുപ്പത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. ആ പ്രശ്നങ്ങളെ എങ്ങനെ ബുദ്ധിപരമായിട്ട് ഞാൻ നൈസായിട്ട് ഡീൽ ചെയ്യുന്നു, മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക്. നമ്പർ 3 തീർച്ചയായിട്ടും സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അതായത് അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര ഹോണസ്റ്റ് ആയിട്ട് ചെയ്യും, ആരെയും ചതിക്കില്ല, സത്യസന്ധത ഉണ്ടാവും, ഗെയിമിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടുള്ള സ്ട്രാറ്റജികൾ. ഇത് ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ ടാസ്ക് ലെറ്റർ വായിക്കുന്ന പോലെ കുറെ ലൂപ്പ് ഹോൾസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. എനിവേ, നമ്പർ 2, എൽദോ അകത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാവും.
നമ്പർ 3 എന്തായിരുന്നു ഞാൻ മറന്നു തോറ്റു കൊടുക്കില്ല. തോറ്റു കൊടുക്കില്ല. ഈ 3 ക്വാളിറ്റീസ് ആണ് എൽദോ ബിഗ് ബോസ് ഹൗസിൽ. തീർച്ചയായിട്ടും ഒരു ബിഗ് ബോസ് വിന്നർ ആവാൻ വേണ്ട 3 ക്വാളിറ്റീസ് ആണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എൽദോയുടെ വിശ്വാസം എൽദോയെ രക്ഷിക്കട്ടെ. എൽദോയുടെ വിശ്വാസത്തിന് ട്രസ്റ്റ് ചെയ്യുന്ന എല്ലാ ജനങ്ങളും എൽദോയ്ക്ക് വോട്ട് ചെയ്ത് അഗ്നിപരീക്ഷയെന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആദ്യത്തെ ഒരു കോമണർ വിന്നർ ആവാൻ എൽദോയ്ക്ക് പറ്റട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു മാം. താങ്ക് യു.